ഹായ് ഗൈസ്, ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു സാംസങ്ങിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് ലോക്കിനെ പറ്റി അറിയണ്ടാവും. ഗുഡ് ലോക്ക് വെച്ചിട്ട് നമുക്ക് കുറേ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗുഡ് ലോക്കിൻ്റെ മോഡ്യൂൾസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് കസ്റ്റമൈസേഷൻ ഉള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് കസ്റ്റമൈസേഷൻ ചെയ്യുക. ഇവിടെ ഞാൻ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് എങ്ങനെയാണ് ഗുഡ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഗുഡ് ലോക്ക് ഓൾറെഡി ഉണ്ടാവും നിങ്ങളുടെ ഫോണിൽ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ സ്റ്റോർ ഉണ്ടാവും, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഗുഡ് ലോക്ക് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗുഡ് ലോക്ക് അടിച്ചു കൊടുത്തിട്ട് ഇത് വരും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഗുഡ് ലോക്കിൻ്റെ മോഡൽസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മേക്കപ്പിൻ്റെ താഴെ ഉണ്ടാവും, ലൈഫ് ആപ്പിൻ്റെ അടുത്തുണ്ടാവും. ആ മേക്കപ്പിൽ പോയിട്ട് തീം പാർക്ക്, വണ്ടർലാൻഡ്, ലോക്ക് സ്റ്റാർ, കീ കേഫ്, ഹോം അപ്പ്, ക്ലോക്ക് ഫേസ്, ക്വിക്ക് സ്റ്റാർ, എഡ്ജ് ലൈറ്റിംഗ് പ്ലസ്, നാവി സ്റ്റാർ. അതേമാതിരി ലൈഫ് ആപ്പിൽ പോയാലും നമുക്ക് റൂട്ടീൻസ്, രജിസ്റ്റാർ, സൗണ്ട് അസിസ്റ്റൻറ്റ്, നൈസ് ഷോട്ട്, നോട്ടീസ് സ്റ്റാർ, ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ഇതിലത്തെ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റാമെന്ന്. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ കാണിച്ചാൽ മുഴുവൻ കാണുക. കണ്ടിട്ട് നമുക്ക് ഓരോരോ ഫീച്ചേഴ്സ് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫോണിന് വേറെ ലെവൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഗുഡ് ലോക്ക് മോഡ്യൂൾ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് നീ കസ്റ്റമൈസേഷൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് ലോക്ക് സ്ക്രീൻ എങ്ങനെയാണ് കസ്റ്റമൈസേഷൻ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മേക്കപ്പിൽ പോവുക. മേക്കപ്പിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ലോക്ക് സ്റ്റാർ എന്ന് കാണുണ്ടാവും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഡൗൺലോഡ് സിമ്പിൾ കാണിക്കാത്തത്. അപ്പം ഞാൻ ലോക്ക് സ്റ്റാർ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഓഫായിരിക്കും നിങ്ങളുടെ ഫോണിൽ. ഇതൊന്ന് ഓൺ ആക്കുക. ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ക്ലോക്ക് ഫേസ് മാറ്റാൻ പറ്റും. ക്ലോക്ക് ഫേസ് മാറ്റാൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു സിമ്പിൾ കണ്ടല്ലോ, ആ ചെറിയ സിമ്പിളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംമാതിരി ക്ലോക്ക് ഫേസസ് ഉണ്ടാവും, കണ്ടില്ലേ? അതിലത്തെ ഏതെങ്കിലും ഒരു ക്ലോക്ക് ഫേസ് നമുക്ക് വെക്കണമെങ്കിൽ അത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ ക്ലോക്ക് ഫേസാണ് വെക്കാൻ പോണത്. ഓക്കെ, ഓൾറെഡി ആ ക്ലോക്ക് ഫേസാണ്. അപ്പോൾ ഈ ക്ലോക്ക് ഫേസാണ് ഞാൻ വെക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ വലുപ്പം വേണമെങ്കിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഈ സ്കെയിലിൽ പോയിട്ട് നമുക്ക് ഈ ക്ലോക്കിൻ്റെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും ഇങ്ങനെ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ എത്രയാണ് വെക്കണത്. അടുത്ത നമുക്ക് നീ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ കളറും പിന്നെ ഇതിൻ്റെ സൈസ് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ നോട്ടിഫിക്കേഷന് മേലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ചെറിയ സിമ്പിൾ ഉണ്ടല്ലോ, ആ ചെറിയ സിമ്പിൾ നമുക്കൊന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്കെയിൽ പറയാൻ എത്ര വലുപ്പം വെക്കണമെന്ന് അത് നമുക്ക് അത്ര സൈസിലാക്കാൻ പറ്റും. അതേമാതിരി ട്രാൻസ്പെറൻസി വേണോ, എത്ര വേണം, എത്ര കുറയ്ക്കണോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇത് വരുന്നില്ല, അത് ഏത് കളറിലാണ് വേണ്ടത്, യെല്ലോ കളറാണോ വേണ്ടത്, ഗ്രീൻ കളറാണോ വേണ്ടത്, ബ്ലൂ കളറാണോ വേണ്ടത്, അത് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് ഒന്നുകൂടി ഇവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും ഹോം സ്ക്രീനിൽ. ലോക്ക് സ്ക്രീനിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും മിഡിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്ജറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. വിഡ്ജറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഗാലക്സി വാച്ചോ പിന്നെ അതേമാതിരി ഗാലക്സിൻ്റെ ടാബോ അങ്ങനത്തെ വലിയ സംഭവങ്ങളുണ്ടെങ്കിൽ ഈ വിഡ്ജറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇത് ഇവിടെ പ്രസ് ചെയ്യാന്ന് വെച്ചാൽ ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറാണോ വേണ്ടത്, വൈറ്റ് കളറാണോ വേണ്ടത്, പിന്നെ ട്രാൻസ്പെറൻസി എങ്ങനെയാണ് വേണ്ടത്, അതൊക്കെ നമുക്ക് സേവ് ആക്കി വെക്കാൻ പറ്റും. സേവ് ആക്കി വെച്ചിട്ട് നമുക്കിത് എവിടെ വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗാലക്സി വാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാച്ചിൻ്റെ ബാറ്ററി ലൈഫ് എത്രയാണെന്ന് ഇവിടെ കാണിക്കും. ഓക്കെ, പക്ഷേ ഫോൺ ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം വാച്ചായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതേമാതിരി കുറേ വിഡ്ജറ്റ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് ഏതാണ് ഇഷ്ടം അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ChatGPTയുടെ വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാറ്ററിയുടെ വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ബാറ്ററി കൂടി വിഡ്ജറ്റ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഷോർട്ട് കട്ട്സ് കാണാണ്ടല്ലോ താഴത്ത്, ഡയലറും ക്യാമറയും. ഇവിടെ നമുക്ക് 6 ആപ്ലിക്കേഷൻസ് ഷോർട്ട് കട്ട്സ് ആക്കി വെക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഡയലറിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചെറിയൊരു സിമ്പിൾ കണ്ടല്ലോ, ഈ ചെറിയൊരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് സെലക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട്
എന്നിട്ട് ഈ ആപ്ലിക്കേഷൻസൊക്കെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചതാണ്, നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻസിൻ്റെ മേലെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് കളയട്ടെ. ഓക്കെ, ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് വേണമെങ്കിൽ ഷോർട്ട് കട്ടായിട്ട്, അതേമാതിരി ഗാലറി, ക്രോമ, സെറ്റിങ്സ്, മെസ്സേജ്, യൂട്യൂബ്, ഇപ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ എനിക്ക് ഷോർട്ട് കട്ടായിട്ട് വേണം. അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴത്ത് കാണാണ്ടല്ലോ ഇങ്ങനത്തെ ലൈനാണ് വേണ്ടത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിനാണോ വേണ്ടത്, റൈറ്റ് സൈഡിനാണോ വേണ്ടത് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ടോപ്പാണോ വേണ്ടത്, ബോട്ടം ആണോ വേണ്ടത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം, രണ്ടാമത്തത്. ഇപ്പോൾ ഞാൻ ഇവിടെ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ലോക്ക് സ്ക്രീൻ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഈ ആപ്ലിക്കേഷനൊക്കെ ഇവിടുന്ന് വരുന്നുണ്ട്, ഈ ഷോർട്ട് കട്ട്സ്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് വല്ല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ സെറ്റിങ്സ് എടുക്കുകയാണ്. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫിംഗർ പ്രിൻ്റ് അടിച്ചിടുന്ന സെറ്റിങ്സിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതുമാതിരിയൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ. ഇപ്പോൾ അടുത്ത് നമുക്ക് വാൾപേപ്പർ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതുമാതിരത്തെ വാൾപേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ അതെങ്ങനെയാണ് വെക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വണ്ടർലാൻഡ് ഉണ്ടല്ലോ അത് ഡൗൺലോഡ് ചെയ്യുക. ആദ്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് യുവർ ഓൺ മൂവിങ് വാൾപേപ്പർ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് കുറേ വാൾപേപ്പേഴ്സ് കിട്ടുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ഫോൺ മൂവ് ചെയ്യുമ്പോൾ അതേമാതിരി പിക്ചർ മൂവ് ആവുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ബാക്ക് പോയിട്ട് നമുക്ക് ഈ വാൾപേപ്പർ വെക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനത്തെ കുറേ വാൾപേപ്പേഴ്സ് ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും നമ്മുടെ ഇഷ്ടത്തിനുള്ളത്. ഇപ്പം ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാണ്. ഇവിടെ ന്യൂവിൽ പോയി കഴിഞ്ഞിട്ട് ഗാലറിയിൽ പോയി കഴിഞ്ഞിട്ട് ക്യാമറയിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാൻ പോണത്. ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാർട്ടിക്കിൾ എഫക്റ്റും പാർട്ടിക്കിൾ പ്രീസെറ്റും ഈ രണ്ട് ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പാർട്ടിക്കിൾ പ്രീസെറ്റിൽ ആദ്യം പ്രീസെറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഹെവി സ്നോ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഹെവി സ്നോ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രിവ്യൂ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ ഇതുമാതിരിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേമാതിരി ഒന്നുകൂടി ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ എഫക്റ്റ് എങ്ങനെയാണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഹാർട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഫ്ലോയിങ് സ്നോ ഫ്ലേക്സ്, ടച്ച് എഫക്റ്റ് കൊടുത്ത് പ്രിവ്യൂ കൊടുത്തിട്ട് ഇവിടെ ഉണ്ടല്ലേ ഞാൻ ടച്ച് ചെയ്യുമ്പോൾ ഒരു റെഡ് കളർ ആവണത്. അപ്പോൾ ഇതുമാതിരിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യണം ഇവിടെ ഒരു ഓപ്ഷൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്തെങ്കിലും പേര് കൊടുക്കുക. വൈറ്റ് ഫ്ലവർ സേവ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാൾപേപ്പർ നമുക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ആസ് വാൾപേപ്പർ കൊടുക്കുക. ഹോം സ്ക്രീനാണോ വേണ്ടത്, ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ ഇപ്പോൾ ഇതുമാതിരി നമുക്ക് ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും ഇങ്ങനത്തെ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമുക്ക് ലോക്ക് സ്ക്രീനിൻ്റെ വാൾപേപ്പർ മാറ്റാൻ പറ്റും. അതിനുവേണ്ടി ബാക്കിൽ പോവുക. ക്രിയേറ്റ് യുവർ ഡിഫറെൻറ്റ് ലോക്ക് സ്ക്രീൻ എഫക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് പറഞ്ഞാൽ പുതിയത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗാലറിയിൽ പോയി കഴിഞ്ഞിട്ട് വേറെ പൂവ് എടുക്കാം. നമുക്ക് ഈ പൂവ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഈ ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെയാണ് എഫക്റ്റ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യുക. നമ്മൾ ലോക്ക് സ്ക്രീന് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യില്ല, അപ്പോൾ ഒരു എഫക്റ്റ് വരും. അതുമാതിരത്തെ എഫക്റ്റാണ് ഞാൻ കാണിക്കാൻ കൊടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ ഇത് വെക്കുകയാണെന്ന് വെച്ചാൽ സ്ലൈഡ്, ഹെക്സഗോൺ, ബ്ലർ, എഡ്ജ്, അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് എഫക്റ്റൊക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ലൈസാണ്. ഇപ്പോൾ സ്ലൈസ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ വെറുതെ ഒന്ന് സ്ലൈസ് എന്ന് പേര് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഗെറ്റിംഗ് റെഡി, സെറ്റ് ആസ് വാൾപേപ്പർ ഒന്ന് ജനറേറ്റ് ആവട്ടെ. അപ്പോൾ ആയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ബാക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫോണ് ലോക്കിന് ഇങ്ങനെ തുറക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് വരുന്നത് അത് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുമാതിരിയൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും ഇൻ വാൾപേപ്പർ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ഈ വോളിയം ബാർ എങ്ങനെയാണ് കസ്റ്റമൈസേഷൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനത്തെ ഒക്കെ വോളിയം ബാർ വേണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട്
ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ലൈഫ് അപ്പിൽ പോവുക. ലൈഫ് അപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ സൗണ്ട് അസിസ്റ്റൻ്റ് ഉണ്ടാവും. സൗണ്ട് അസിസ്റ്റൻ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മേക്ക് യുവർ ഓൺ വോള്യൂം പാനൽ കളേഴ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓഫായിരിക്കും. ഇത് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് ലൈറ്റിംഗ് എഫക്റ്റ് എങ്ങനത്തെയാണ് വേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇതാ ഇഷ്ടമാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. പിന്നെ ടെക്സ്ചർ എങ്ങനത്തെയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ മെഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കൺട്രോൾ ടൈപ്പ് ഇങ്ങനത്തെ നോബ് ടൈപ്പാണ് വേണ്ടത്, ബാർ ടൈപ്പാണ് വേണ്ടത്. നോബ് ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനത്തെ ആവും, കണ്ടില്ലേ? ഇങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ബാറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഈ വോളിയം ബാറിൻ്റെ ലെങ്ത് മീൻസ് ഷേപ്പ് എങ്ങനത്തെയാണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഷേപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതാണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആപ്പിൽ ഓരോരോ വോളിയം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയില്ല. വീഡിയോയിൽ പറയാൻ വെച്ചാൽ ഈ വീഡിയോ 1 മണിക്കൂറിൻ്റെ മേലൊക്കെ ആവും. എല്ലാ ഫീച്ചേഴ്സും പറയാൻ വെച്ചാൽ അതേമാതിരി ഇവിടെ അതേമാതിരി കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വോയിസ് ചേഞ്ചറാണ്. വോയിസ് ചേഞ്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓൺ ആക്കുകയാണ് വെച്ചാൽ നമുക്ക് ഈ ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലിറ്റിൽ ഗേൾ, മിഡിൽ ഏജ്ഡ് മാൻ, സൈഫൈ, ഹൊറർ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ലിറ്റിൽ ഗേൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്ത് വെക്കുകയാണ് വെച്ചാൽ ഇപ്പം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തിൽ ഞാൻ വോയിസ് റെക്കോർഡൊക്കെ ചെയ്യുമ്പോൾ ഈ സൗണ്ടിലാവും വരിക. ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബാക്ക് പോവുകയാണ്. ബാക്ക് പോയിട്ട് ഇവിടെ ഞാൻ വീഡിയോ സെലക്ട് ചെയ്യണം. വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് സാംസങ് ഗാലക്സി S21 FEയുടെ റിവ്യൂ ഇടാം. ഇപ്പോൾ എൻ്റെ സൗണ്ട് കേട്ട് നോക്കിക്കോളൂ. നമുക്ക് സാംസങ് ഗാലക്സി S21 FEയുടെ റിവ്യൂ ഇടാം. അപ്പോൾ ഇതുമാരത്തൊക്കെ സൗണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സൗണ്ടിൻ്റെ ആ വോള്യൂം ബാറിൻ്റെ ഈ ഇതൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ക്വിക്ക് പാനൽ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മേക്കപ്പിൽ പോവുക. മേക്കപ്പിൽ പോയി കഴിഞ്ഞിട്ട് ഈ ക്വിക്ക് സ്റ്റാർ ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഓഫ് ആവും. ഇതൊന്ന് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് സ്റ്റൈൽ യുവർ ഓൺ ക്വിക്ക് പാനൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് തന്നെ കുറേ തീംസ് ഉണ്ടാവും. ഇതിലത്തെ ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഗ്രീനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്വിക്ക് പാനലിൻ്റെ കളർ കണ്ടില്ലേ? ഇപ്പോൾ ഇതുമാതിരിയായി കഴിഞ്ഞു. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലസ്സിൽ അമർത്തുക. പ്ലസ് ചെയ്തിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ മാറ്റാൻ പറ്റും. നമുക്ക് നമ്മുടെ ഗാലറിയിലത്തെ ഫോട്ടോ ഒക്കെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ക്വിക്ക് പാനൽ ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞിട്ട് വിസിബിലിറ്റി ഓഫ് ഇൻഡിക്കേറ്റർ ഐക്കൺസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ബാറ്ററിയുടെ ഇത് വൈഫൈൻ്റെ ഇത് LTE പിന്നെ ഡേറ്റ് ടൈം ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഡാറ്റ സിഗ്നൽ. മൊബൈൽ ഡാറ്റ സിഗ്നൽ ഞാൻ ഇവിടെ ഓഫ് ചെയ്യാൻ വെച്ചാൽ ഇവിടെ മൊബൈൽ ഡാറ്റയുടെ സിഗ്നൽ ഇവിടെ കാണിക്കില്ല. വേണമെങ്കിൽ അത് വെക്കുക, വേണ്ടെങ്കിൽ അത് കളയാം. വൈഫൈയുടെ ഇത് ഓഫാക്കി ഇടുകയെന്ന് വെച്ചാൽ ഇവിടെ വൈഫൈൻ്റെ ആ സിമ്പിളും പോയി. അപ്പോൾ ഇതുമാതിരി ബാറ്ററിയുടെ ഐക്കണം ഓഫാക്കി ഇടണമെങ്കിൽ ബാറ്ററിയുടെ ഐക്കണം നമുക്ക് ഓഫാക്കി ഇടാൻ പറ്റും. അപ്പോൾ ഇതുമാതിരി നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. അതേമാതിരി ബാക്ക് പോയി കഴിഞ്ഞിട്ട് ക്ലോക്ക് സെറ്റിങ്സിൽ പോവുക. ക്ലോക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഡേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് നമുക്ക് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫാക്കി ഇടാൻ പറ്റും. അതേമാതിരി AM ആണോ PM ആണോ കാണിക്കേണ്ടത് അതിവിടെ കാണിക്കും. അപ്പോൾ ഞാൻ ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ AM PM പോവും. ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ AM ആണോ PM ആണോ കാണിക്കും. അതേമാതിരി ഷോ സെക്കൻഡ്സ്. ഇത് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ്സ് കാണിക്കില്ല. ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ്സ് കാണിക്കും, കണ്ടില്ലേ? സെക്കൻഡ്സ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓണോ ഓഫൊക്കെ ആക്കിയിടാൻ പറ്റും. പിന്നെ പൊസിഷൻ ആൻഡ് വിസിബിലിറ്റി ഇത് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഡേറ്റ് ആൻഡ് ടൈം അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് വെക്കണമെങ്കിൽ ലെഫ്റ്റിലേക്ക് വയ്ക്കുക, റൈറ്റിലേക്ക് വെക്കണമെങ്കിൽ റൈറ്റിലേക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുമാതിരിയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേമാതിരി ചേഞ്ച് ക്വിക്ക് സെറ്റിങ്സ് ബട്ടൺ ഗ്രിഡ്. അപ്പോൾ നമുക്ക് ഇത് വൈഡാണോ വേണ്ടത് നാരോ ആണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ വൈഡാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയായിട്ടാവും മാറുക. അപ്പോൾ എനിക്ക് നാരോ ആണ് ഇഷ്ടം. അപ്പോൾ നാരോയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാവും നമ്മുടെ ഗ്രിഡ്. ഓക്കെ, അപ്പോൾ ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വിക്ക് പാനലൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മേക്കപ്പിൽ പോവുക. എഡ്ജ് ലൈറ്റിംഗ് ഉണ്ടാവും. എഡ്ജ് ലൈറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ആവട്ടെ. അപ്പോൾ ഇത് ഓഫായിരിക്കും. ഇതൊന്ന് ഓണാക്കി കഴിഞ്ഞിട്ട് സെറ്റ് കസ്റ്റം സ്റ്റൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ മഴ പെയ്യണ മാതിരി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സിംബിളൊക്കെ ആവും വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കളർ വേണമെങ്കിൽ കളറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും.
അഡ്വാൻസ് വേണം, എങ്ങനത്തെയാണ് എഫക്റ്റ് വേണ്ടത്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമുക്ക് നമ്മുടെ ഫോണിലത്തെ ഏതെങ്കിലും ഫോട്ടോ ആക്കിയിട്ടാണ് അത് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗാലറിയുടെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയാണെന്ന് വെച്ചാൽ ആ ഫോട്ടോ നമുക്ക് കാണിക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫോണിൽ. ഇതെങ്ങനെ കീബോർഡ് കസ്റ്റമൈസേഷൻ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. കീസ് കാഫ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഓപ്പൺ ആവട്ടെ ആദ്യം. ഓക്കെ, ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് സ്റ്റൈൽ യുവർ ഓൺ കീബോർഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിലത്തെ ഏത് തീമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെയാണ് നമ്മൾ ബട്ടൺ അമർത്തുമല്ലോ, ആ ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എഫക്റ്റ് വരേണ്ടത് അത് നമുക്ക് ഇങ്ങനെ കാണിക്കും. കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ ഡാർക്ക് മോഡൊന്നും ആക്കി വയ്ക്കട്ടെ. ഇതിപ്പോൾ ലൈറ്റ് മോഡിലാണ്. ഡാർക്ക് മോഡിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോഴാണ് കുറച്ചുകൂടി രസം ഉണ്ടാവുക. ഇപ്പോൾ ഡാർക്ക് മോഡിൽ വന്നു. നമുക്ക് ഇതിലത്തെ ഏതെങ്കിലും ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ എഫക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കീബോർഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ കീബോർഡ് അമർത്തുമ്പോൾ കണ്ടില്ലേ ഇങ്ങനത്തെ എഫക്റ്റാവും വരിക. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതേമാതിരി നമുക്ക് ഈ കീസ് അമർത്തുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ, ആ സൗണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ് മാറ്റാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് സൗണ്ടിൽ പോവുക. സൗണ്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ സിസ്റ്റം നോർമലായിട്ടുള്ളത് ഉണ്ടാവും. പിന്നെ റെട്രോ ടച്ച് സൗണ്ട്, കാം ടച്ച് സൗണ്ട്, ഫൺ ടച്ച് സൗണ്ട്, പിങ്ക് ടച്ച് സൗണ്ട്, പിന്നെ സ്പേസ് ടച്ച് സൗണ്ട്. ഇപ്പോൾ റെട്രോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്ന് കീബോർഡ് എടുക്കട്ടെ. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സൗണ്ടാണ് വരണമെന്നൊക്കെ ഇട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ സൗണ്ടൊക്കെ ആവും കേൾക്കുക. അപ്പോൾ ഇതുമാതിരിയൊക്കെ നമുക്ക് കീബോർഡ് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ കസ്റ്റമൈസേഷൻ നോക്കുകയെന്ന് വെച്ചാൽ ഈ റൂട്ടീൻസിൽ പോവുക. ഗുഡ് ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് ലൈഫ് ആപ്പിൽ പോവുക. പിന്നെ റൂട്ടീൻസിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ കുറയില്ലേ. ഫോർ എക്സാമ്പിൾ 30% അല്ലെങ്കിൽ 25% ഉണ്ടായിട്ടൊക്കെ കുറയില്ലേ. അപ്പോൾ നമ്മുടെ ഫോൺ തന്നെ നമുക്ക് വാർണിംഗ് തരുന്നതാണ് ഫോൺ പോയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ റൂട്ടീൻസ് ക്ലിക്ക് ചെയ്യുക. റൂട്ടീൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബാറ്ററി അനൗൺസ്മെൻറ്റ് ഉണ്ടാവും, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ ലോ ബാറ്ററി അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ബാറ്ററി ലെവൽ ഇപ്പോൾ നമുക്കിവിടെ ഞാൻ ഒരു 30% കൊടുക്കുകയാണ്. അപ്പോൾ 30%-ൻ്റെകാട്ടും കുറവ് ലൈക്ക് 29% ആകുമ്പോൾ ഫോൺ നമുക്ക് വാൺ ചെയ്യും, ഫോൺ പോയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുത്തിട്ട് ദെൻ റീഡ് ടെക്സ്റ്റ് അലൗഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയ മെസ്സേജ് ഇടാൻ പറ്റും. ചാർജ് ഓൺ ഫോൺ നൗ, ഇറ്റ്സ് അർജൻറ്റ്. അപ്പോൾ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. ചാർജ് യുവർ ഫോൺ നൗ, ഇറ്റ്സ് അർജൻറ്റ്. ഇതുമാതിരിയൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് മെസ്സേജ് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു 29% ആകുമ്പോൾ എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കലി ചാർജ് യുവർ ഫോൺ നൗ തരും, ഫോൺ പോയിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേമാതിരി നമുക്ക് നമ്മുടെ ഫോണിൽ വേറെ ഒരു ലോഞ്ചറും കയറ്റാതെ നമ്മുടെ ഫോണിലത്തെ ഈ ഐക്കൺ പാക്ക് ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴത്തേക്ക് പോകുമ്പോൾ മേക്കപ്പിൽ പോവുക. മേക്കപ്പിൽ പോയി കഴിഞ്ഞിട്ട് തീം പാർക്ക് ഉണ്ടാവും. തീം പാർക്കിൽ ക്ലിക്ക് ചെയ്യുക. തീം പാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ആവട്ടെ. ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഇവിടെ ഐക്കൺ ഉണ്ടാവും. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയട്ടെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്തു. ഡീഫോൾട്ടായ ഐക്കൺ പാക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ നീ ഈ ഐക്കൺ പാക്ക് ഒന്ന് കളയട്ടെ അവന്. അപ്പോൾ ഈ ഐക്കൺ പാക്ക് ഒന്ന് കളഞ്ഞവന്. ഇപ്പോൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യണം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഐക്കൺ പാക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വേണ്ടത് ഐക്കൺ പാക്കിൻ്റെ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യാൻ പോണത്. ഐക്കൺ പാക്കിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഡൗൺലോഡിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറേ ഐക്കൺ പാക്ക് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺ പാക്ക് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് 3 ഐക്കൺ പാക്കാണ് ഇഷ്ടം. ഈ 3 ഐക്കൺ പാക്കാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഐക്കൺ പാക്ക് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇഷ്ടംമാതിരി ഐക്കൺ പാക്കുണ്ട്, അതും പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ നത്തിങ് അഡാപ്റ്റീവ് ഐക്കൺ പാക്കാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഡിങ് ഇമേജ് ആണ് വരുന്നത്. ഇവിടെ ഈ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റെഡ് കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യണം റെഡിൻ്റെ മേലെ ഇട്ട് ഇവിടെ അപ്ലൈ കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഐക്കൺ പാക്ക് കണ്ടില്ലേ ഇതുമാതിരി മാറി കഴിഞ്ഞു. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് വേറെ ഒരു ലോഞ്ചറും കയറ്റാതെ ഇങ്ങനെ ഐക്കൺ പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഫോണിൽ. അപ്പോൾ ഈ കസ്റ്റമൈസേഷൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഫോണിൽ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന്
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.